കുട്ടികളെ, മിസ് നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ ഓരോ സബ്ജക്റ്റുകളായിട്ട് പഠിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ചില മക്കളൊക്കെ പറയാറുണ്ട് സയൻസ് ഒരല്പം ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അപ്പോൾ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി 10th +1 +2 ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴേ നമുക്ക് ആ സബ്ജക്റ്റിനോടൊരു വിമുഖത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള മാർക്കുകളെയൊക്കെ അത് എന്ത് ചെയ്യും, നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. കാരണം നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്കും സയൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ പഠിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് എന്നിങ്ങനെ 3 സബ്ജക്റ്റുകളായിട്ട് അത് മാറാനും തുടങ്ങും. അപ്പോൾ നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് സയൻസ്. അപ്പോൾ ടീച്ചർ ഈ പറയുന്ന കാര്യങ്ങൾ മക്കൾ പഠിക്കുന്ന സമയത്ത് ചെയ്യാറുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കുകൾ മെച്ചപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സയൻസിൽ പല കൂട്ടുകാർക്കും ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കുറേ ടേംസ് പഠിക്കും അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4ാം ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുള്ളത്. 5ലെത്തുമ്പോൾ നമ്മൾ വേറെ പുതിയ വാക്കുകൾ കേട്ടിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെത്തുമ്പോൾ വേറെ പുതിയ വാക്കുകൾ കേട്ടിട്ടുണ്ട്. ഈ പുതുതായിട്ട് കേൾക്കുന്ന വാക്കുകളുണ്ടല്ലോ, അത് തന്നെയായിരിക്കും മിക്കപ്പോഴും നമ്മുടെ പരീക്ഷയുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ഒരു കാര്യം എഴുതി തന്നെ പഠിക്കുക. ഇപ്പോൾ മനുഷ്യ ശരീരം പഠിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എല്ലുകളുടെ നമ്പർ പഠിക്കുന്നുണ്ടായിരുന്നു, ഓരോ എല്ലുകളും എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അവിടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചൊരു കാര്യമായിരുന്നു ബാഹ്യാസ്ഥികൂടം, അതേപോലെ തന്നെ ആന്തരിക അസ്ഥികൂടം എന്നീ പറഞ്ഞ 2 വാക്കുകൾ. ഈ ബാഹ്യാസ്ഥികൂടവും ആന്തരിക അസ്ഥികൂടവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ പുതിയ വാക്കുകളാണ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അങ്ങനെ പുതുതായിട്ട് എന്ത് കാണുന്നോ അതിനെ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സയൻസ് പഠിക്കുന്ന സമയത്ത് കുറേ ഈ പറയുന്ന എക്സാമ്പിൾസുകൾ വരും. അപ്പോൾ എന്തിൻ്റെങ്കിലും ഉദാഹരണം എവിടെയാണെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഈ ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിക്കാതെ പോയേക്കരുത്. ഉദാഹരണങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ 1ഓ 2ഓ എങ്കിലും എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഉദാഹരണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ആലോചിക്കുക. നമ്മളിങ്ങനെ വെറുതെ ബൈ ഹാർട്ട് പഠിക്കുന്നതാണ് സയൻസ് എന്നുള്ളൊരു വിചാരം പല കുട്ടികൾക്കും ഉണ്ട്. അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമാണോ സയൻസ്? ഇപ്പൊ തന്നെ നമ്മുടെ ജോയിൻസിനെ കുറിച്ച് എടുക്കാം. ഇപ്പൊ ജോയിന്റുകൾ നമ്മൾ കുറേ ജോയിന്റുകൾ പഠിച്ചു അല്ലെ? പിവോട്ട് ജോയിന്റ് പഠിച്ചു, ഹിഞ്ച് ജോയിന്റ് പഠിച്ചു, അങ്ങനെയുള്ള ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് പഠിച്ചു. ഇതൊക്കെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തർ അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കില്ല. നിങ്ങൾക്കത് ആലോചിച്ച് നോക്കിയാൽ പോരെ. ഇപ്പൊ ഫുള്ളായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ജോയിന്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൈ ഒന്ന് ആലോചിച്ച് നോക്കി, കൈ ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമാണോ? അല്ല. അപ്പൊ നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വെറുതെ കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം ഇതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളിത് കാണുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു തുടങ്ങുക. അപ്പോൾ ഇത്തരം കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ സ്കോർ മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇനി നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ചാപ്റ്റേഴ്സിലൊക്കെ കുറച്ചും കൂടെ കൺഫ്യൂഷൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ഒന്നുകൂടി ഇത് കേട്ടിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ കൂടെ മിസ് പറഞ്ഞു തരാം. 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വജ്ര ബാച്ച് ഉണ്ട്. നിങ്ങളുടെ സയൻസ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമ്മുടെ ബാച്ചിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പൂജ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, വീണ്ടും പഠിത്തം തുടങ്ങണം. മാത്രമല്ല ഇപ്പം നമ്മുടെ വിദ്യാരംഭം ഓഫറും കൂടെയുണ്ട്. നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ടിൽ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും അടിപൊളി ടൈമാണ്. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സൈലത്തിനോടൊപ്പം പഠിക്കണം. ഓൾ ദ വെരി ബെസ്റ്റ്.